ബംഗ്ലാദേശിന് പുതിയൊരു അപ്പൻ വരുന്നു എന്ന് കേൾക്കുന്നു. ബാപ്പ എന്ന് ആ പറയാം. എന്നാ ബാപ്പ. ഏതായാലും ഇന്ത്യ എന്തൊക്കെ ചെയ്തു കൊടുത്തിരുന്നോ അതൊക്കെ ഇനി ഞങ്ങൾ ചെയ്യാമെന്നാണ് പുതിയ ബാപ്പയുടെ വാഗ്ദാനം. അതെ, അതായത് ഈ മുഹമ്മദ് യൂനിസ് ഒരു തുർക്കി സംഘത്തിനെ കഴിഞ്ഞ ദിവസം കണ്ടു. ധാക്കയിലെ ജമുന ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് കണ്ടത്. തുർക്കി സംഘത്തിനെ നയിച്ചിരുന്നത് വാണിജ്യമന്ത്രി ഡോക്ടർ ഒമർ ബൊലാത്ത് ആണ്. അവരോടാണ് കുറേ കാര്യങ്ങൾ യൂനുസ് പറഞ്ഞത്. നിങ്ങളെപ്പോലുള്ള മുസ്ലിം രാജ്യങ്ങളൊക്കെ സഹായിക്കാതെ ഇനി ഞങ്ങൾക്ക് നിലനിൽപ്പില്ല. ലോകത്തിലെ 8ാമത്തെ ജനസംഖ്യയിൽ 8ാമത്തെ രാജ്യമാണ് ഞങ്ങൾ, ബംഗ്ലാദേശ്. അത് അയാൾ പറഞ്ഞപ്പോഴാട്ടോ ഞാനും ശ്രദ്ധിച്ചാത്ത കാര്യം, 8ാമത്തെ. അപ്പോൾ തുർക്കിയുടെ നിക്ഷേപം ഞങ്ങൾക്ക് വലിയ തോതിൽ വേണം, പ്രതിരോധ രംഗത്ത് വേണം. അപ്പോൾ തുർക്കി സംഘം പറഞ്ഞു ഞങ്ങൾ എന്തും തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ തുണിക്കച്ചവടം മാത്രമേ നടക്കുന്നുള്ളൂ. ഈ ബംഗ്ലാദേശിൽ നിന്ന് അവർ മേടിക്കുന്ന തുണി, പഞ്ഞി ഇന്ത്യയിൽ നിന്ന് പോകണം, തുണി മാത്രമേ ഉള്ളൂ, തുണിക്കപ്പുറവും നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മരുന്ന്, ഈ ആരോഗ്യ രംഗമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ, കാർഷിക യന്ത്രങ്ങൾ, ഇത്രയുമൊക്കെ ഇപ്പോൾ ഇറക്കുമതിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 2023-24 കയറ്റുമതി ബംഗ്ലാദേശിൽ നിന്ന് $581 മില്യൺ, ഇറക്കുമതി $424 മില്യൺ. അപ്പോൾ തുർക്കി പറഞ്ഞു ഇന്ത്യ ഇതുവരെ എന്ത് പങ്കാണോ നിങ്ങളുടെ വികസനത്തിൽ വഹിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ അത് ചെയ്യാം, ഇന്ത്യയെ ഞങ്ങൾ റീപ്ലേസ് ചെയ്യും, അതിൽ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സംശയമുണ്ട്, ഇന്ത്യ ബംഗ്ലാദേശിന്റെ തൊട്ടടുത്താണ്, അതിർത്തി കിടക്കുന്നുണ്ട്, ഒരുപാട് ഗുണമുണ്ട്. അതുകൊണ്ട് തുർക്കി എടുത്തിട്ട് ഈ വാള് ബംഗ്ലാദേശിന്റെ അടുത്ത് വെക്കോ? അല്ല, തുർക്കിക്ക് സഹായിക്കാനായിട്ട് മറ്റേ പാകിസ്ഥാൻ ഉണ്ടല്ലോ, അങ്ങനെ കയറി വരായിരിക്കും. അല്ല, ഇനി ഭൂപടത്തിൽ അല്ല, അത് വേറെ സ്ഥലത്ത്. അതാ പറഞ്ഞേ, ഭൂപടത്തിൽ അടുത്ത് വെക്കാൻ പറ്റില്ലോ അയൽ രാജ്യം എന്ന നിലയിൽ. അകലെയുള്ള മിത്രത്തെക്കാൾ നല്ലത് അടുത്തുള്ള ശത്രുവാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഖലീഫയാകാനായിട്ട് താല്പര്യമുള്ളതുകൊണ്ട് എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും കയറി പണിയാണ്. അപ്പോൾ 20 തുർക്കി കമ്പനികൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ പണിയുന്നുണ്ട്. തുണി, കെമിക്കൽസ്, എൻജിനീയറിങ്, മാനുഫാക്ചറിങ്, ഊർജം, ഈ മേഖലകളിലൊക്കെയാണ്. AY ഗ്യാസ്, LPG ഗ്യാസ് കമ്പനിയുണ്ട്. കൊക്കോകോള ഐക്കോലെക്സെക് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. RC ലിക് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. അതൊരു റെഫ്രിജറേറ്റർ, AC ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ബംഗ്ലാദേശിൽ പണിയുന്നത്. സിംഗർ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇവരെ ഏറ്റെടുത്തിരുന്നു. ആ കമ്പനി തുർക്കി കമ്പനി വാങ്ങിച്ചിട്ടുണ്ട് മുമ്പ്. പാകിസ്ഥാൻ ഇപ്പോൾ ഫെബ്രുവരിയിൽ ബംഗ്ലാദേശ് പട്ടാളത്തിന് പരിശീലനം കൊടുക്കും. അതിന് തൊട്ടു മുമ്പാണ് തുർക്കി സംഘത്തിൻ്റെ സന്ദർശനം. 1971 ശേഷം ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ പരിശീലനം കൊടുക്കുന്നത്. ആ കാലത്ത് മുക്തിബാഹിനിക്ക് നമ്മുടെ പരിശീലനമായിരുന്നല്ലോ, ഇന്ത്യയുടെ. അപ്പോൾ ഷെറീഫും ഈ ഷഹബാസ് ഷെറീഫും യൂനുസും തമ്മിൽ കരാറൊപ്പിട്ടിട്ടുണ്ട്. അതിൻ്റെ ഡിസംബറിൽ കെയ്റോയിൽ വെച്ചാണ് ഷഹബാസ് ഷെറീഫും യൂനുസും തമ്മിൽ കണ്ട് ഈ കരാറൊപ്പിട്ടത്. ഇത് പറയുമ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ വേറൊരു കാര്യം പറയണം. കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലുണ്ടായിരുന്നു, ജയശങ്കറുമായിട്ട് സംസാരിച്ചു. ഇപ്പം നമ്മൾ അവർക്ക് ഒരുപാട് അരി, ഉപമന്ത്രി അരി, മരുന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് അനൗദ്യോഗികമായി നമ്മൾ അഫ്ഗാനിസ്ഥാനെ അംഗീകരിച്ചതുപോലെയാണ്, ഒഫീഷ്യലി ആയില്ലെങ്കിൽ പോലും. അവരുടെ ഡൽഹി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അവർ ഇന്ത്യയിലെ അവരുടെ പ്രതിനിധിയായി കണക്കാക്കുന്നത്. അപ്പോൾ വിദേശകാര്യ ഈ മന്ത്രി ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് വിസ അവിടെ തരണം, പഠിക്കാനും ചികിത്സയ്ക്കും വേണ്ടിയുള്ള വിസ കൂടി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരുന്നു. അവിടെയാണെങ്കിൽ സ്ത്രീകളെ ഒന്നും പഠിക്കാൻ സമ്മതിക്കുന്നുമില്ല, പുരുഷന്മാർക്ക് പഠിക്കാനായിരിക്കും. അല്ല, ഞാൻ പറയുന്നത്, അപ്പോൾ ഇന്ത്യയുമായി ഈ തുർക്കി വന്ന് ബംഗ്ലാദേശിനോടെ കൂടുമ്പോൾ അഫ്ഗാനിസ്ഥാൻ കൂടുതൽ ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ ഇതിനകത്തൊരു ഒരു മറുകളി ഇപ്പുറത്ത് വരുന്നുണ്ട്. പാകിസ്ഥാനുമായിട്ട് വലിയ ഡീലാണ് അഫ്ഗാനിസ്ഥാൻ, അങ്ങോട്ട് കയറി ആക്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ജനുവരി 25 ബംഗ്ലാദേശ് നിയമ പണ്ഡിതന്മാരെ ഇന്ത്യയിലെ ഒരു സമ്മേളനത്തിൽ വരുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു. അപ്പോൾ ഇന്ത്യയുമായിട്ട്
വലിയ സംഘർഷത്തിലാണ് ബംഗ്ലാദേശ്. അവർക്ക് ഇന്ത്യൻ കോടതികളിൽ ഒരു പരിശീലന പദ്ധതി ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്തു. പിന്നെ കഴിഞ്ഞ ദിവസം BSF ഒരു ബംഗ്ലാദേശുകാരനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ നമ്മുടെ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെ ഒരു മാധ്യമ പ്രവർത്തകനെ കൊന്നു, BSF വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞ് പ്രണയ് വർമ്മയെ വിളിച്ചു വരുത്തിയിരുന്നു. മറ്റൊന്നുകൂടെ അവർ ആവശ്യപ്പെട്ടു സാർ, അതായത് നമ്മൾ അതിർത്തിയിൽ ഏകപക്ഷീയമായി മുള്ളുവേലി കെട്ടുകയാണ്, അവരോട് ആലോചിക്കാതെ കെട്ടുന്നു, അതുകൊണ്ട് അത് നിർത്തിവെക്കണം. നമ്മൾ നിർത്തിവെച്ചു. തുർക്കി പ്രതിരോധ കമ്പനി ഓത്തോക്കാർ ഓട്ടോമോട്ടീവ് 26 ടാങ്കുകൾ ബംഗ്ലാദേശിന് കൊടുക്കുന്നുണ്ട്. തുൾപ്പാർ ടാങ്കുകളാണ്, ലൈറ്റ് കനം കുറഞ്ഞ ടാങ്കുകളാണ്. 2010 മുതൽ ബംഗ്ലാദേശ് 15 തരം ആയുധങ്ങൾ തുർക്കിയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. തുർക്കിയുടെ ഈ ആയുധ വിപണിയിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന 4ാമത്തെ വലിയ രാജ്യമാണ് ബംഗ്ലാദേശ്. പിന്നെ ഇപ്പോൾ ഇനി കൊടുക്കാൻ പോകുന്ന ഇൻഫൻട്രി മൊബിലിറ്റി വെഹിക്കിൾ, മൈൻ പ്രൊട്ടക്റ്റഡ് വെഹിക്കിൾ, പിന്നെ ആർമേഡ് വെഹിക്കിൾസ്, കവചിത വാഹനങ്ങൾ പലതരം അത് കൊടുക്കുന്നുണ്ട്. പിന്നെ സർഫസ് ടു സർഫസ് മിസൈൽ കൊടുക്കുന്നുണ്ട്, കരയിൽ നിന്ന് കരയിലേക്കുള്ള മിസൈൽ കൊടുക്കുന്നുണ്ട്. TRG-230 മിസൈൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ബൈറോക്ടാവ് ഈ ഡ്രോണുകൾ കൊടുത്തത് അടുത്ത കാലത്ത് വലിയ സ്പെഷ്യാലിറ്റിയാണ്. ഡ്രോണുകൾ ഈ ഡ്രോണുകൾ അവര് ഈ യുക്രൈൻ യുദ്ധത്തില് പിന്നെ സിറിയയില്, എത്യോപ്യയില്, ബുർക്കിന ഫാസോയിലും മാലിയിലൊക്കെ ഇത് വലിയ എഫിഷ്യൻ്റ് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബംഗ്ലാദേശിന് ഈ കൊടുത്ത ഡ്രോൺ, തുർക്കി കൊടുത്ത ഡ്രോൺ മേഘാലയ അതിർത്തിയിൽ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ നമ്മളൊന്നും ചെയ്തില്ല, വെടിവെച്ചിടേണ്ടതാണെന്ന് നമ്മുടെ അതിർത്തിയിലേക്ക് ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന ബംഗ്ലാദേശ് നടത്തി. അന്ന് മേഘാലയയിൽ ഇത് വെടിവെച്ചിടേണ്ടതാണെന്ന അഭിപ്രായമുള്ളവർ ഇപ്പോഴും ഉണ്ട്. നമ്മൾ പക്ഷെ വെറുതെ വിട്ടു. അപ്പോഴാണ് ഈ ബംഗ്ലാദേശിന് ഡ്രോൺ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഫ്രഞ്ച് റഫാൽ, യൂറോഫൈറ്റർ, ടൈഫൂൺ പോർ വിമാനങ്ങൾ അവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റഫാൽ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് അവരിനി യൂറോഫൈറ്റർ, ടൈഫൂൺ ആയിരിക്കും വാങ്ങിക്കുക. ആഗ്രഹമാണ്. എത്രണ്ണം മേടിക്കും? അതിനുള്ള മേടിക്കാൻ കാശില്ല. നമ്മുടെ കറണ്ട് മേടിച്ചിട്ട് അതിന്റെ കാശ് വായ്പ, ചൈനയിൽ നിന്ന് വായ്പ, നമ്മുടെ മേടിച്ചോണ്ടിരിക്കുന്ന കറണ്ടിന്റെ കാശ് തരുന്നില്ല. എന്നിട്ട് ഇപ്പോൾ പക്ഷെ ഈ ചർച്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, തുർക്കി അച്ചുതണ്ട് രൂപപ്പെട്ടു വരുന്നതായിട്ട് ഒരു സംഭാഷണം, ഒരു ചർച്ച വന്നിട്ടുണ്ട്. ഇപ്പോൾ അച്ചുതണ്ടൊക്കെ ഒടിഞ്ഞു പോകാതിരുന്നാൽ മതി. ഒടിഞ്ഞാൽ ഏത് വഴി കയറും എന്ന് പറയാൻ പറ്റില്ല. കാരണം അതാ ഇപ്പോൾ അവസ്ഥ. കാരണം പാകിസ്ഥാൻ മുച്ചൂടും വെണ്ണീറായിക്കൊണ്ടിരിക്കുന്ന രാജ്യം, അവരുമായിട്ട് ബംഗ്ലാദേശ് ഉണ്ടാവുന്നു. മാത്രമല്ല ബംഗ്ലാദേശുമായി ഒരു സഖ്യം ഉണ്ടായിക്കഴിയുമ്പോൾ വംശീയമായി ബംഗ്ലാദേശിലെ ജനതയും പാകിസ്ഥാനികളും തമ്മിൽ ചേരത്തില്ല. അതുകൊണ്ടാണല്ലോ രാജ്യം രണ്ടായി പോയത്. യൂനിസ് എന്ന് പറഞ്ഞൊരു കോമാളി വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ താളത്തിന് തുള്ളി ഈ രണ്ട് ജനതയെ കൂട്ടിയിണക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് പഷ്തൂൺ മേഖലയിൽ പ്രശ്നം, ബലൂജിൽ പ്രശ്നം, ഇനി ബംഗ്ലാദേശികളിലൂടെ പാകിസ്ഥാനികളോട് അടിയുണ്ടാക്കും. അതെ, അവിടുന്ന് ഇവിടുന്നൊക്കെ ഈ ദാരിദ്ര്യം കൊണ്ട് കടം വാങ്ങുമ്പോൾ പെട്ടുപോകുമല്ലോ. അങ്ങനെ ഒരു കെണിയിൽ പെടുകയാണ് ഈ ബംഗ്ലാദേശ്. കാരണം ഇന്ത്യ വേണ്ടെന്ന് വെച്ചു, ഷെയ്ഖ് ഹസീനയോടുള്ള വിരോധം കൊണ്ട്. ഇന്ത്യയുമായിട്ട് എപ്പോഴും അയൽക്കാരന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നതാണ്. എന്നിട്ട് വിശക്കുന്നതെന്നും പറഞ്ഞ് 50,000 ടൺ അരി വാങ്ങിച്ചത് ഇവിടുന്നാണ്. തുർക്കി എന്താന്ന് വെച്ചാൽ വേറൊരു വിപണി കണ്ടുപിടിക്കുന്നു എന്ന് മാത്രമേ, കാശ് കിട്ടാതെ ഒന്നും കൊടുക്കാൻ. പിന്നെ തുർക്കിക്ക് ഭ്രാന്തല്ലേ. അപ്പൊ അവരൊരു ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഇപ്പൊ അവരാണ് ആയുധം കൊടുക്കുന്നത്. ഇന്തോനേഷ്യയും എല്ലാം അതിൻ്റെ അകത്ത് പെടും, മലേഷ്യയും ഒക്കെ. ട്രംപ് വന്ന് നാറ്റോയിൽ നിന്ന് ചവിട്ടി പുറത്താക്കി കഴിഞ്ഞാൽ വിവരറിയും. ഇസ്രായേൽ കയറി മാന്തും. കുറച്ച് ദിവസത്തേക്കുള്ള എഗ്ദിൻ കാ സുൽത്താൻ എന്നൊക്കെ പറയുന്ന പോലത്തെ കളികളാണ് ഈ കാണുന്നത്. ഏതായാലും യൂനിസിന്റെ കാര്യത്തിൽ 20-ാം തീയതിക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് ഒട്ടും താല്പര്യമുള്ള ഒരു ഭരണകൂടമല്ല. പ്രത്യേകിച്ച് ഡീപ് സ്റ്റേറ്റ്, ജോർജ് സോറോസ് ഫണ്ടഡ് അൺസ്പോൺസേഡ് സർക്കാർ ബംഗ്ലാദേശിലിരിക്കുന്ന ട്രംപിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ബംഗ്ലാദേശ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എങ്കിൽ ട്രംപ് വെറും ഒരു കടലാസൂലിയാണെന്ന് നമുക്ക് കരുതേണ്ടി വരും. തുർക്കിയുടെ കാര്യം കൂടി പറയണമല്ലോ. തുർക്കി അമേരിക്കയുടെ കണ്ണിൽ കരടായിപ്പോ നാറ്റോ രാജ്യമാണെങ്കിലും. കാരണം സിറിയയിൽ ഈ കുർദ് പ്രശ്നമുണ്ട്.
കാരണം കുർദുകൾ അമേരിക്കയുടെ ആളുകളാണ്. അമേരിക്കയുടെ ആളുകളാണ്. കുർദുകൾക്കെതിരെയാണ് തുർക്കി വടക്കൻ സിറിയയിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുർക്കിയെയും കൈകാര്യം ചെയ്തേ പറ്റൂ അമേരിക്കയ്ക്ക്. അപ്പോൾ ഏതായാലും 20-ാം തീയതി കഴിയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.